മേക്കിംഗ് പൊളിയാണെന്ന് പറഞ്ഞു. നല്ല മേക്കിംഗ്, നല്ല സൗണ്ട്, VFX എങ്ങനെയുണ്ട്? ദേവനന്ദയൊക്കെ ഉണ്ട്. ഹൊറാണ്, പക്ഷേ അങ്ങനെ ഭയങ്കര ജംസ്റ്റിയറോ ഒരു വ്യക്തമൊക്കെ അടിച്ചല്ലോ. കുട്ടിയൊക്കെ നന്നായിട്ട് ബുദ്ധിമുട്ടുകൾ കാണാൻ തുടങ്ങി. ഇതൊക്കെ ശരിക്കും പടത്തിൽ എന്താ പറയുക, ഹൊറർ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. അല്ല, ഫാമിലി ആയിട്ട് കാണാം. ഭയങ്കര മറ്റേ കൊല അങ്ങനെ പേടിച്ചായിരുന്നു. നമുക്ക് പേടിക്കാനുണ്ട്, രസമുണ്ട്. ഹൊററാണ്, അപ്പോൾ പേടിക്കാനുള്ളത്. കുട്ടികൾക്ക് പേടിക്കുമായിരിക്കും. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടാ പടം എങ്ങനെയുണ്ട്? നല്ല പടം. ഓക്കെ. ഏത് പടം ഉണ്ട്? ഇത് ഗു അതെ, പടം കണ്ടു. നല്ല സിനിമയാണ്. ഫാമിലി ക്രൗഡിനെ പറ്റിയൊരു നല്ല എൻജോയ്മെന്റ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നന്നായിട്ട്. ഒരു ഹൊറർ അങ്ങനെയാണോ പോകുന്നത്? ഹൊററാണ്, അറ്റ് ദ സെയിം ടൈം വെരി പ്രട്ടി ടു വാച്ച് ആക്ച്വലി. കുറച്ച് നല്ല ഫ്രെയിംസും കാര്യങ്ങളൊക്കെ. ക്യാമറമാൻ ഭയങ്കര നല്ലൊരു പെർസെപ്ഷൻ ആയിരുന്നു. ഫാമിലി ആയിട്ട് ഇറങ്ങാൻ പിള്ളേർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. ക്യാമറ ഡയറക്ഷൻ എസ്പെഷ്യലി നല്ല സൂപ്പറായിരുന്നു. ട്രെയിലറൊക്കെ ഒരു കാന്താരയുടെ ഒരു ഇതൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ട്രെയിലറിലേക്ക് കാന്താര മൂവിയുടെ ഇതൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ച് എഫക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഫീൽ ഗുഡ് സാധനം തരുന്നുണ്ട്. നമുക്കൊരു ഔട്ട്വേർഡ് സിനാരിയോസ് ഒന്നും ഒരു പോയിന്റിൽ സിനിമ ക്രിയേറ്റ് ചെയ്യും. ഫസ്റ്റ് ഹാഫ് എന്തായാലും ഭയങ്കര കാഴ്ചയാണ്. നമ്മുടെ ആക്ച്വലി നമുക്കൊരു ചെറിയ നല്ലൊരു ഹൊറർ ഹിൻ്റ്. പിന്നെ ഇതിൽ ഒരു ട്രൈ ചെയ്തിട്ടുള്ള സാധനം പകലിൽ ഒരു ഹൊറർ കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. നമ്മൾ രാത്രി മാത്രമല്ലേ കൂടുതൽ ഹൊറർ കണ്ടത്. പിന്നെ കുറച്ച് സീൻസൊക്കെ നമ്മൾ ഈ വാദം പഠിപ്പിക്കുന്ന സീനൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നാച്ചുറലി നമുക്ക് ഫീൽ ചെയ്തു. ഇതിന് മുന്നേ ഇങ്ങനൊരു മലയാള സിനിമയിൽ കണ്ടിട്ട് ഭയങ്കര ഹോമവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടെയൊക്കെ നാച്ചുറലി ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഫാമിലി വൺ ടൈം വാച്ചിന് നല്ലൊരു മൂവിയാണ്, ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല പടമാണ്. വളരെ കാലത്തിന് ശേഷമാണ് തോന്നുന്നു ഇങ്ങനൊരു പടം കാണുന്നത്. എൻഗേജിങ് ആയിട്ട് പോയി. നല്ല സിനിമ. ഹൊറർ ടച്ചുള്ള സിനിമ തന്നെയാണോ? ഹൊറർ ടച്ചുള്ള സിനിമയാണ്. നമ്മളെ ഈ പിന്നെ തറവാട് വിശ്വാസം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ കുറേ ആയി ഇങ്ങനൊരു സിനിമ ഈ ഒരു കോൺസെപ്റ്റ് വന്നിട്ട്. ലാസ്റ്റ് കാന്താരയൊക്കെ അല്ലേ ഇങ്ങനെ ഒരു ആ ഒരു ട്രെയിലറിലൊക്കെ ആ ഒരു കാന്താരയല്ല, കാന്താരയൊന്നുമില്ല, അങ്ങനെയല്ല. നമ്മൾ തെയ്യം ആണ് ഒരു ഗുളികൻ്റെ കോൺസെപ്റ്റ്. ലാസ്റ്റ് ഗുളികൻ തെയ്യം ഉള്ള പരിപാടിയൊക്കെയാണ്. പക്ഷെ നല്ല രസം, എൻഗേജിംഗ് ആയി കണ്ടിരിക്കാൻ പറ്റും. പിന്നെ ഹൊറർ ആണെങ്കിലും അതിൽ ഇടയ്ക്ക് തമാശകളൊക്കെ കളക്ട് ചെയ്ത് നല്ല എൻഗേജിംഗ് ആയിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി ത്രില്ലറാണ്. രാജുവേട്ടൻ്റെ മോൻ്റെ കോമഡിയൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നിരഞ്ജൻ മണിമ്പിള്ള രാജു തിയേറ്ററിൽ ചിരിച്ചില്ലേ? ചിരിച്ചു വെച്ചു. രാജുവേട്ടൻ്റെ മോൻ നിരഞ്ജൻ അവരൊക്കെ നന്നായിട്ട് കണ്ടിന്യൂ ചെയ്തു. ഹ്യൂമർ ട്രാക്കൊക്കെ അവരൊക്കെ നന്നായിട്ട് കൊണ്ടുപോയി. നന്നായിട്ട് ചിരിക്കാൻ പറ്റി. പിന്നെ ഹൊറർ എലമെൻസും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പുതിയൊരു ട്രീറ്റ്മെൻറ്റാണ്. ഒരു പഴയ തറവാടി ശൈലിയൊക്കെയാണ്, അങ്ങനത്തെ കഥയാണ് പറയുന്നതെങ്കിൽ പുതിയൊരു ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ അവസാനത്തെ ഗുളികൻ തെയ്യം അതൊക്കെ വന്നായിട്ട് ഭയങ്കര കളർഫുള്ളായി. നന്നായിട്ട് കണ്ടിരിക്കാൻ പറ്റും. എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കോമഡിയാണ്. ഹൊറർ എലമെൻസ് ഉണ്ട്. പിന്നെ നല്ല ഒരു സർപ്രൈസ്, ആ ഗുളികൻ്റെ അടുത്തേക്ക് നല്ല സർപ്രൈസ് ആണ്. എല്ലാം കൊണ്ട് കണ്ടിരിക്കാൻ പറ്റുന്നില്ലല്ലോ. പേടിക്കാൻ അത്യാവശ്യം ഹൊറർ എലമെൻസ് ഒക്കെ ഉണ്ട്, കണ്ടിരിക്കാൻ പറ്റും. അങ്ങനെ നല്ലൊരു എൻഗേജിംഗ് ആയി പോകുന്ന സിനിമ. ഒരിക്കലും നമുക്ക് മടുക്കൂല. നല്ലൊരു എൻഗേജിംഗ് ആയി കണ്ടിരിക്കാൻ പറ്റും. ക്ലൈമാക്സ് ഒക്കെ നല്ല രസമാണ്. ചേട്ടാ ഇഷ്ടപ്പെട്ടല്ലോ? ഇഷ്ടപ്പെട്ടു. സൂപ്പറാണല്ലോ. സൂപ്പറാണ്. ഇഷ്ടപ്പെട്ടായിരുന്നു? കോമഡിയൊക്കെ ഉണ്ട്. കോമഡി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നിരഞ്ജൻ നൈസായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നിരഞ്ജൻ്റെ ബാക്കിയുള്ള പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാലും എനിക്കിതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത്യാവശ്യം പുള്ളി കുറച്ചും കൂടെ മെച്യൂറായിട്ട് ഇപ്പം നൈസായിട്ട് ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി തോന്നുന്നു. നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു നായകനായിട്ട് ഇനിയും വരാൻ കാണാൻ ചാൻസ് ഉണ്ട് പുള്ളി. പിന്നെ എൻ്റെ ഫ്രണ്ട് അഭിജിത്ത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് പയ്യെ അതിനകത്തൊരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം അങ്ങോട്ട് പോയത്. എന്താ പറയുക, വിഷ്വൽ നല്ല രീതിയിൽ വിഷ്വൽ ട്രീറ്റ് ആയിട്ട് തന്നെ സിനിമ വന്നിട്ടുണ്ട്. എന്ത് റോളാണ് ചെയ്തത് ഇതിനകത്ത്? പറയുന്നൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. മണിയമ്പിള്ള രാജ സൂപ്പറായിരുന്നു കേട്ടോ. റോളാണ് ചെയ്തത്. സൂപ്പറായിരുന്നു. ഒരു മാസം മുമ്പേ അത് റിലീസായിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസമായിരുന്നു. കുട്ടികൾക്കൊക്കെ വരാനായിട്ട്. കാരണം കുറേ കുട്ടികളുണ്ടല്ലോ. കുട്ടികളുടെ ഇത്രയും കുട്ടികളുള്ള ഒരു ഫിലിം അടുത്ത കാലത്തൊന്നും വന്നില്ല. പിന്നെ പറയേണ്ടത് ഫോട്ടോഗ്രാഫി, അത് ഭയങ്കര രസമായിരുന്നു.
പിന്നെ അതിൻ്റെ മ്യൂസിക് എല്ലാം കൊള്ളായിരുന്നു. പൊതുവെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു നിമിഷം പോലും ലാഗ് ചെയ്തിട്ടില്ല. അടിപൊളി. വളരെ നല്ല സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഓരോ സീൻ ബൈ സീനായിട്ട് തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ആ കഥകളിൽ അത്ര നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. ഒരു പുതിയ സംവിധായകനാണത് എന്നുള്ളത് സിനിമ കണ്ടു കഴിഞ്ഞ് നമ്മൾ ആലോചിക്കുമ്പോഴാണ് അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഭയങ്കര നന്നായിട്ടുണ്ട്. കുട്ടികളെയൊക്കെ ശരിക്കും കാണിക്കാൻ പറ്റുന്ന കഥയാണ്. അതുപോലെ ഈ ഫാൻറ്റസിയും മറ്റതും ഒക്കെ ആയിട്ട് നമ്മൾ പല ഇംഗ്ലീഷ് സിനിമകളിൽ കാണാൻ പോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ രസകരമാണ്. നന്നായിട്ടുണ്ട്. രാജുവേട്ടൻ്റെ മോൻ്റെ പ്രത്യേകിച്ച് എനിക്ക് പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നമ്മുടെ മണിയമ്പിള്ള രാജുവിൻ്റെ മകൻ പേര് ഇന്ത്യയിൽ പെട്ടെന്ന് വരുന്നില്ല. ഭയങ്കര നന്നായിട്ടുണ്ട്. വളരെ നല്ല അഭിനയം. കോമഡിയൊക്കെ സൂപ്പറാണ്. ഭയങ്കര നല്ല തന്മയത്വത്തോടുകൂടി അവതരിപ്പിച്ചു. എല്ലാവരും കുട്ടികളെല്ലാം മാളികപ്പുറത്തിൻ്റെ ടീമും എല്ലാം കൂടെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബ്രോ എങ്ങനെയുണ്ട് പടം? പടം കുഴപ്പമില്ല. ആക്ച്വലി നമുക്കിപ്പോൾ മലയാളത്തിൽ ഈ ഒരു പാറ്റേണിലുള്ളൊരു ഹൊറർ പടങ്ങളൊന്നും അധികം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കമ്പാരിറ്റീവ് നോക്കുമ്പോൾ കുഴപ്പമില്ല. നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാം. ഹൊറർ മാത്രമല്ല, കുറച്ച് കോമഡി എലമെൻസും ഉണ്ട്. പിന്നെ മൊത്തം എന്താ പറയുക, ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും സ്കോർ ചെയ്തേക്കുന്നത് ദേവാനന്ദ തന്നെയാണ്. ദേവാനന്ദയും പിന്നെ ശങ്കരൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു കുഞ്ഞുകുട്ടി ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരുമാണ് സ്കോർ ചെയ്തേക്കുന്നത്. ഒരുപാട് സീൻസ് ഉണ്ട് അവർക്ക് പെർഫോം ചെയ്യാൻ ഒരുപാടുണ്ട്. ആക്ച്വലി ഈ ദേവാനന്ദയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കുട്ടിയിൽ നിന്നും ഇത്രയും ഒരു പെർഫോമൻസ് വാവ് ഫാക്ടർ ഒക്കെ ഉണ്ട് പടത്തിൽ. അപ്പോൾ അങ്ങനെ ഓവറോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു മൂവിയാണ്. നമുക്ക് എന്താ പറയുക, സാമാന്യ ഒരു ഡീസൻറ്റ് മൂവി എന്ന് പറയാം. ഒരു ഹൊറർ ആ ടൈപ്പ് തന്നെ ബ്രോ പോകുന്ന പടം? ഹൊറർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, ഇതിൻ്റെ BGM ഒക്കെ അത്യാവശ്യം നമുക്ക് നല്ല ഹൊറർ എഫക്റ്റ് തരുന്നുണ്ട്. പിന്നെ കുറച്ച് കോമഡി എലമെൻസും ഉണ്ട്. ടിപ്പിക്കൽ ഹൊറർ മാത്രമെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഫണ്ണി എലമെൻസും കൂടെ ഉള്ളൊരു പടമാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഓവറോൾ കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ അത്യാവശ്യം വലിയ പടങ്ങളുടെയൊക്കെ ഒരു ഒഴുക്കൊക്കെ കുറഞ്ഞ് നിൽക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് ഒരു സാമാന്യം കുഴപ്പമില്ലാത്തൊരു വിജയം കിട്ടും പടത്തിന്.